സെക്കൻഡ് ഇയറിനകത്ത് ടെസ്റ്റിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് സൈൻ ഓഫ് എസ് സ്ക്വയർ പ്ലസ് 5 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണ ചെയിൻ റൂൾ ആണ്. ദെൻ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഏത് വരും? സൈൻ്റെ ഡെറിവേറ്റീവ്. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? കോസ്. അപ്പൊ കോസ് എന്ന് എഴുതാമോളൂ എക്സിന്റെ സ്ഥാനത്ത് എന്താണോ കിടക്കുന്നത് അത് അങ്ങനെ തന്നെ എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എസ് സ്ക്വയർ പ്ലസ് 5 വരും. പിന്നെ എന്തിന്റെ ഡെറിവേറ്റീവ് കൂടെ വരും? ഈ എസ് സ്ക്വയർ പ്ലസ് 5ന്റെ ഡെറിവേറ്റീവ് കൂടെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 5 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 വരും. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. y is equal to cos of s square plus 1 ആണ്. ദെൻ ഡെറിവേറ്റീവ് എന്ത് വരും? dy by dx equal to ഫസ്റ്റ് വൺ ആർക്ക് കൊടുക്കണം? കോസ്. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എസ് സ്ക്വയർ പ്ലസ് 1 അങ്ങനെ തന്നെ എഴുതണം. കാരണം എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവോടെ വരും. അപ്പൊ എന്തിന്റെ ഡെറിവേറ്റീവോടെ വരും? ഈ എസ് സ്ക്വയർ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് വരും. എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, 1ന്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ദെൻ തേർഡ് വൺ y is equal to tan ഓഫ് എസ് സ്ക്വയർ പ്ലസ് 3 ആണ്. ദെൻ ഫസ്റ്റ് വൺ എന്തിന്റെ ഡെറിവേറ്റീവ്? dy ബൈ ഡി എക്സ് ഈക്വൽ ടു ആദ്യത്തെ ഏതിന്റെ ഡെറിവേറ്റീവ് വേണം? ഈ ടാനിന്റെ ഡെറിവേറ്റീവ്. ടാനിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ വരും. ദെൻ ഈ എക്സ് അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. എസ് സ്ക്വയർ പ്ലസ് 3 വരും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അത് എഴുതേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൻസർ ആവും.